വെൽക്കം ബാക്ക് ടു വിദേശ് യാത്ര. അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇതൊരു 3 സെഗ്മെൻറ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് കുക്കിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ പാക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഉള്ളി വേണ്ട, അതിൽ വഴറ്റൽ വേണ്ട, വളരെ സിമ്പിൾ. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഷോപ്പിങ്ങും പാക്കിങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ക്രിസ്മസ് ഹോളിഡേയ്സിനും ഒരു ട്രിപ്പിന് പോകും. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ന്യൂയോർക്ക് സിറ്റി ഒക്കെ പോയിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ. എൻ്റെ അച്ഛനമ്മക്ക് വന്നിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നതാണ് ഫ്ലോറിഡയിലേക്ക്. അപ്പോൾ ഇതൊരു 10 ഡേയ്സിൻ്റെ ട്രിപ്പാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ പാക്കിങ് ഈ ഇടയൊക്കെ ആയിട്ട് ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ അതും ചെയ്യണം. അപ്പോൾ ഈ സെഗ്മെൻ്റ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. പിന്നെ ട്രിപ്പിൽ നിങ്ങളെല്ലാവരും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിക്കൻ ഗ്രേവി ഓർ ചിക്കൻ കറി എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊരു 200 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലകളിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് തൈര്. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ ഇടാം. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണത്. ഈ ഡിഷിന് ബോൺ ഉള്ള ചിക്കനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഈ തക്കാളീൻ്റെ ഒപ്പം കുറച്ച് നേരം ചിക്കൻ വേവട്ടെ. ഇനി ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ മസാലാസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 3/4 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും, പിന്നെ 1/2 സ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും. മസാലയൊക്കെ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അതായത് നമ്മുടെ ചിക്കൻ ഗ്രേവി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കാം. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി സെറ്റ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാം. എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, സെമി ലിക്വിഡ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കുറച്ചുകൂടി ലിക്വിഡായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ അധികം വറ്റിക്കാണ്ട് എടുക്കാം. നമ്മുടെ ചൂട് ചോറ് റെഡി. ചിക്കൻ ഗ്രേവി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവി ആൻഡ് റൈസ് ഇവിടെ റെഡിയാണ് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ ഇത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, ഈസി ആയതുകൊണ്ട്. പിന്നെ ഇത് ചോറും അതുപോലെ ചപ്പാത്തീൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ് ആൻഡ് സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം ആൻഡ് അഭിപ്രായം കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ കുക്കിങ്ങിൻ്റെ സെഗ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഷോപ്പിങ്ങിലേക്ക് പോവാം. പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മളിത് ഇപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. പക്ഷെ നമുക്ക് അധികം ഷോപ്പിംഗ് ഒന്നുമില്ല. എൻ്റെ കുറച്ച് ടോപ്സിന് മാച്ചിങ് ആയിട്ട് ജുജിന് കുറച്ച് ടീഷർട്ട്സ് നോക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേഗം ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഷോപ്പിംഗ്. അങ്ങനെ കയറിയപ്പോൾ തന്നെ ഈ ക്രിസ്മസ് ട്രീസ് കണ്ടു പിങ്ക് കളർ ക്രിസ്മസ് ട്രീ, യുണീക്കല്ലേ. ഇതും നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്റ്റോർസ് ആണ്. ഇവിടെ ഡ്രസ്സ് മാത്രമല്ല, പല കാര്യങ്ങൾ, ഹോം ഡെക്കോർ, അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ടോയ്സ് ഇപ്പോൾ നോക്കണ്ട, സമയമില്ല. അത് ഞാൻ ലേഡീസ് സെക്ഷനിൽ എന്തായാലും പോകും. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ യൂഷ്വലി L സൈസാണ്. പക്ഷേ ഇവിടെ എമ്മും എസ്സും ഒക്കെ, എസ് പോലെ എനിക്ക് പാകാവണം അങ്ങനത്തെ സൈസിൻ്റെ കുറേ വെറൈറ്റീസ് കാണാറുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം സ്റ്റോറിലെല്ലാം കറങ്ങി നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫൈനലി ബിൽ ചെയ്ത് പുറത്തിറങ്ങി. ഇനി നെക്സ്റ്റ് ആണ് മെയിൻ പാക്കിംഗ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നു കൊണ്ടുപോകേണ്ടത്. പിന്നെ എല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഷടപടേന്നായിരുന്നു.
അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഫൈനലി ഇനി ലാപ്ടോപ്പ് ബാഗ് കൂടി എടുത്താൽ മതി. അത് നാളെ രാവിലെ പോകുമ്പോൾ എടുക്കാം. മുമ്പൊക്കെ എവിടെയും ട്രിപ്പ് പോവാണെങ്കിൽ ഒരു വീക്ക് മുമ്പ് എന്നല്ല പാക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഒരു വർഷം മുമ്പ് കുറച്ച് പോയി അല്ല, ഒരു വീക്ക് മുമ്പൊക്കെ നമ്മുടെ എല്ലാ പെട്ടിയൊക്കെ റെഡി ആവാറുണ്ട്. പക്ഷെ ഇപ്പൊ കൂട്ടി ഇങ്ങനെ 1 day ബിഫോർ ആയിരിക്കും. സമ്മതിക്കുക. അതെ. ഓക്കെ, അപ്പൊ നാളെ നമ്മുടെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണ്. യെസ്, ഓൾ സെറ്റ് ഫോർ ഫ്ലോറിഡ. ഇനി നാളെ കാണാം. See you.